നിലമ്പൂരിലെ ഇലക്ഷൻ വന്നല്ലോ. ആ ഇലക്ഷനകത്ത് കോൺഗ്രസ് എടുക്കുന്ന ഒരു സമീപനമുണ്ട്. കോൺഗ്രസിന്റെതാണ് സ്ഥാനാർത്ഥി, UDF-ന്റെതാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു. ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട്, പരിഹരിച്ചു പോകും. നമ്മുടെ നേതാക്കന്മാരൊക്കെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ട്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോ ഒരു ലെഗസി ഉണ്ട്, അത് ആര്യാടന്റെതാണ്. ഞാൻ നോക്കുമ്പോ ഫേസ്ബുക്കില് ആര്യാടനെ കുറിച്ച് ഞാൻ വിമർശിച്ച ഒരു പ്രസംഗം എടുത്തിട്ട് ഞാൻ സഖാക്കളോട് മിനിമം പറയുന്നത്, ഞങ്ങളെ സ്ഥാനാർത്ഥിനെ കുറിച്ച് നമുക്ക് തർക്കിക്കുക ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളൊരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കും. ഞങ്ങളെ സ്ഥാനാർത്ഥിനെ കുറിച്ച് എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു സ്ഥാനാർത്ഥിനെ ഇതുവരെ പ്രഖ്യാപിക്കാനുള്ള ആവത് പോലും ഇല്ലാത്ത നിങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിന്റെ കുറ്റം ചകയേണ്ട വല്ല കാര്യമുണ്ടോ? ആദ്യം അതല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഇരിക്കുന്നതാ എന്റെ കോൺഗ്രസിന്റെ സുഹൃത്ത്. വിയോജിപ്പുണ്ടെങ്കിൽ അതേ അളവിൽ അതേ തൂക്കത്തിൽ പറയും, തിരിച്ചു പറയും, തിരിച്ചോട് പറയും. ഞങ്ങൾ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കണം എന്ന് പറയുന്നത് എന്തിനാ? ഞങ്ങള് നാളെ സൗകര്യത്തിൽ കോൺഗ്രസ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് BJP-യിലും CPM-ലും നടക്കും. നിങ്ങൾക്ക് എതിർ ശബ്ദത്തെ കുറിച്ച് അറിയില്ല. ജനാധിപത്യം ഇൻക്ലൂസീവാണ്. ആര്യാടൻ ഷൗക്കത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. എന്തെല്ലാം വിയോജിപ്പിന്റെ മേഖലകളുണ്ട് ആര്യാടൻ ഷൗക്കത്തുമായിട്ട്. പക്ഷെ ഞങ്ങളുടെ മുന്നണിയുടെ പദ്ധതി എന്താണ്? ഒരു മിനിമം പദ്ധതിയാണ്. ആ മിനിമം പദ്ധതിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ആ പദ്ധതിയുടെ പുറത്ത് ഷൗക്കത്ത് അഭിപ്രായം പറഞ്ഞാൽ, ഷാജി അഭിപ്രായം പറഞ്ഞാൽ, ഷൗക്കത്ത് ഇങ്ങോട്ടും പറയും, ഷാജി അങ്ങോട്ടും പറയും. അതിനാ ജനാധിപത്യം എന്ന് പറയാ. അല്ലാതെ മുന്നണിക്ക് ഒരു മുതലാളി, ആ മുതലാളി കൊടുക്കുന്ന ഷീൽഡിനനുസരിച്ചിട്ട് മുള്ളാൻ പോകുന്ന ആളുകളുടെ പേരല്ല UDF എന്ന് പറയുന്നത്. ഇത് ജനാധിപത്യ ബോധമുള്ള സംഘടനയാണ്. അത് അറിയണമെങ്കിൽ സഖാവേ, നേതാവിനെ കാണുമ്പോൾ പേടിച്ച് വിറച്ചിട്ട് നോക്കി പോകുന്നതിന് സ്നഗ്ഗിട്ട് കിടക്കണം. എന്റെ സഖാക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജനാധിപത്യം എന്താണെന്ന്.